ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമ ടി.വി. ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രാദേശിക ഓഫീസറാണ് പ്രദർശനാനുമതി നിഷേധിച്ചത്. മാർക്കോയിൽ കൂടുതലും വയലൻസ് രംഗങ്ങളാണ് ഉള്ളതെന്നും ഇത്തരം രംഗങ്ങൾ ടെലിവിഷനിലൂടെ പ്രദർശിപ്പിക്കാനാകില്ലെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം മാർക്കോ പോലുള്ള വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് വ്യക്തമാക്കി. ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ചലച്ചിത്രത്തിലെ രംഗങ്ങൾ പൂർണ്ണമായും എ സർട്ടിഫിക്കറ്റുമായി പ്രദർശനാനുമതി നേടിയതാണ്. ചിത്രത്തിലുടനീളം വയലൻസ് രംഗങ്ങളാണുള്ളത്. സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയുമുള്ള വയലൻസ് ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മാർക്കോ സിനിമയുടെ ടി.വി. ചാനലുകളുടെ പ്രദർശനാനുമതി നിഷേധിച്ചത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രാദേശിക ഓഫീസർ പ്രദർശനാനുമതി നിഷേധിക്കുകയായിരുന്നു. എ സർട്ടിഫിക്കറ്റോടെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു പോരുന്ന ചിത്രം ടെലിവിഷനിൽ അനുവദിക്കാൻ കഴിയുകയില്ലെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അതേസമയം മാർക്കോ പോലുള്ള വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് വ്യക്തമാക്കി. റെസ്പോൺസിബിൾ സിറ്റിസൺ, എനിക്ക് എന്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. സംസ്ഥാനത്ത് ചില സിനിമകൾ സമൂഹത്തെയും കുട്ടികളെയും ദുസ്വാധീനിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ ചലച്ചിത്ര രംഗത്തെ ചിലരും മനഃശാസ്ത്രജ്ഞന്മാരും വയലൻസും ലഹരി ഉപയോഗവും പ്രചരിപ്പിക്കുന്ന സിനിമകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.